ശ്രമിച്ച അതിന്റെ പേരില്ല. ഞാനൊരു ദിവസം മർക്കസിൽ AP ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. ഞാൻ ഉസ്താദിന്റെ റൂമിലേക്ക് കയറാൻ വേണ്ടി അങ്ങ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു കാര്യപ്പെട്ട ഒരു മൊയിലാർ പുറത്തിരിക്കുന്നുണ്ട്. എന്റെ ഉപ്പാന്റെ അടുത്തൊരു ചങ്ങായിയാണ്. അവർ മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഞാൻ എന്റെ ഉപ്പാന്റെ ചങ്ങായി എന്നുള്ളതിൽ ഞാൻ വളരെ ബഹുമാനിക്കാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സംഘടനയോടും AP ഉസ്താദിനൊക്കെ ഭയങ്കര വിരോധമുള്ള ആള്. നാവ് കൊണ്ട് അദ്ദേഹം കുറ്റല്ലാതെ ഒന്നും അന്നേരം പറയലില്ല. അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ എവിടെ കാണുന്നത്? AP ഉസ്താദിന്റെ റൂമിന്റെ പുറത്ത് കാണുന്നത്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പടച്ചോൻ ഇതെന്താ ഖിയാമത്ത് നാൾ മരുവമ്പായി പാലത്തിന്റെ അടുത്ത് തെറ്റിയോ, എന്താപ്പത് കഥ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ ഉസ്താദിന്റെ റൂമിൽ കയറി. ഉസ്താദ് തിരക്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഒരു മൂല്യരാണ്, ഞങ്ങളെ ഭാഗത്തൊക്കെയുള്ള ഒരു നല്ലൊരു മൂല്യരാണ്, ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോ അന്നാ വിളിക്കുകയോ. ഞാൻ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ വിളിച്ചു, കാന്തപുരം ഉസ്താദ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മോൻ വന്നുകൊണ്ട് സമാധാനം, അപ്പൊ അദ്ദേഹം കാണാനല്ലോ. ഞാൻ ഇയാളെ കയ്യും പിടിച്ച് ഉസ്താദിന്റെ അടുത്ത് കയറിയപ്പോ എന്നോട് പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞു, സാദി ഒന്ന് മൂപ്പർക്ക് മർക്കസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ എന്തോ ഒരു തിരക്കിലൊരു വിഷയം പറഞ്ഞ് വേം വരാൻ വേണ്ടിട്ട് പോയ മനുഷ്യനാ. ഉസ്താദ് പറഞ്ഞാൽ പിന്നെ കേൾക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഇയാളുടെ കയ്യും പിടിച്ചൊരു മർക്കസിന്റെ ആ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഒന്ന് നടത്തി കാണിച്ചു. ഒരമണിക്കൂർ നടന്നപ്പോ പിന്നെ ഇയാൾക്ക് മുട്ടുവേദന തുടങ്ങി. അപ്പൊ എന്നോട് ചോദിച്ചു, മോനെ ഇനിയും കുറെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ തന്നെയുള്ള കാണാൻ ഒരു മണിക്കൂർ ചുരുങ്ങി വേണ്ടി വരും, പിന്നെ ഫുള്ളായി കാണിക്കൽ ഒരു 5-10 ദിവസം മെനക്കേണ്ടി വരും എന്ന് ഞാൻ തമാശ. അപ്പൊ എന്റെ തലക്കൊന്ന് മുട്ടി. അങ്ങനെയല്ലടാ ഗുരുത്തം കെട്ട ഞാൻ പറഞ്ഞത്, ഇനി ഇവിടെ കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ചും കൂടി നടക്കാണ്ട്. അപ്പൊ ഇയാൾ ഇനി നടക്കാൻ കഴിയില്ല മോനെ, ഞാൻ സുഖമില്ല, നമുക്കിനി എന്റെ ലേപ്പിനെ കാണാൻ പറഞ്ഞു. ഞാൻ ഈ മനുഷ്യന്റെ കൈ പിടിച്ച് വീണ്ടും AP ഉസ്താദിന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഒന്നരായ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ ഒരൊറ്റ വാക്ക്, ഓ കാന്തപുരം എന്നോട് ക്ഷമിക്കണം, ഞാൻ കേട്ട കാന്തപുരമല്ല കണ്ട കാന്തപുരം. സുബ്ഹാനല്ലാഹ്. പിന്നെ മൂപ്പര് മരിക്കുന്നത് വരെ കാന്തപുരം ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുറെ ആളുകൾ അറിയാതെ ആക്ഷേപിക്കുന്നവരാ. അങ്ങനെ ആക്ഷേപിക്കുന്നവരോട് നമ്മൾ തിരിച്ചങ്ങനെ വെറുപ്പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഓലെ ഇങ്ങനെ നന്നാക്കാനാ നോക്കേണ്ടത്. കാരണം നമുക്ക് ആരും നരകത്തിൽ പോയിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഹിദായത്തിലേക്ക് വരണം, നല്ലതിലേക്ക് വരണം. നമ്മുടെ നാട്ടിന്റെ ഐക്യവും സ്നേഹവും ഭദ്രതയും എല്ലാം സ്ഥിരമായി നിലനിൽക്കണം. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് നിർബന്ധവാശി വേണം. നമ്മുടെ നാട്ടിൽ ഒരു പാരമ്പര്യ ദീനുണ്ട്. ആ പാരമ്പര്യ ദീന് സുന്നത്ത് ജമാഅത്താണ്. നമ്മുടെ നാട്ടിലുള്ള പള്ളി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പള്ളിയല്ല. നമ്മുടെ നാട്ടിലുള്ള മദ്രസ അതേതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടേത് അല്ല. നമ്മുടെ നാട്ടിലുള്ള പള്ളികളും മദ്രസകളും അതിന്റെ വഖഫ് സ്വത്തുക്കളൊക്കെ നമ്മളും നമ്മുടെ പൂർവികന്മാരാരും സ്ഥാപിക്കപ്പെട്ടതാണ്. അത് ആ പ്രദേശത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ വിശ്വാസികൾക്കും തുല്യാവകാശം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളി പരിപാലിക്കുന്നവരും ആ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നവരും ആ മഹല്ലിലുള്ള മൊത്തം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരേത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഏത് സംഘടനയിൽ പ്രവർത്തിക്കട്ടെ, സംഘടനയും രാഷ്ട്രീയവും ഒക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരാൾക്കും ഒരാളെ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ല. അത് ചെയ്യുന്നത് ബുദ്ധിരഹിതമായ നിലപാടുകളാണ്. അതവർക്കറിയാത്തത് കൊണ്ടാണ്. ആ ജനങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്ന പള്ളി സുന്നിയാണോ, പാരമ്പര്യ സുന്നത്ത് ജമാഅത്തിൽ അംഗീകരിക്കുന്നവരാണോ, പാരമ്പര്യ സുന്നത്ത് ജമാഅത്തിൽ അംഗീകരിക്കുന്നവരാണോ, അവർ ഈ പ്രദേശത്തിലുള്ള പൊതുസ്വത്തിന് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരവകാശമുള്ളവരാണ്. ആ അവകാശം നിഷേധിക്കുന്നത് ഇസ്ലാമിനെതിരാണ്. അത് സുന്നത്ത് ജമാഅത്തിനെ തളർത്താനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളൊന്നും ഒരു മഹല്ലിലും ഒരു നാട്ടിലുണ്ടാകാൻ പാടില്ല. എല്ലാവരെയും വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടുപോകാൻ ഓരോ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവരും ശ്രമിക്കണം. എന്റെ മഹല്ല് കമ്മിറ്റിയിൽ നിനക്ക് വരിസംഖ്യ തരണം, നിന്റെ വരിസംഖ്യ വാങ്ങണമെങ്കിൽ, നിന്റെ പൊരയിൽ മൗലൂദിയെല്ലാം വരണമെങ്കിൽ, നിന്റെ മോളെ നിക്കാഹിന് വരണമെങ്കിൽ നീ എന്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം, എന്റെ സംഘടനയിലേക്ക് വരണമെന്ന് പറയാൽ ഒരു മുസ്ലിമിന് അധികാരമില്ല. പടച്ച റബ്ബിന്റെ പള്ളി പരിപാലിക്കുന്നത് അതിന് അർഹതപ്പെട്ടവർക്ക് കയറി സുജൂദ് ചെയ്യാനാണ്. അതേ സ്ഥാനത്തൊരു നാട്ടിലുള്ള ഇസ്ലാമിക പ്രവർത്തനം അത് മഹല്ലിന്റെ കീഴിൽ നടത്തുന്നത് സന്തോഷത്തോടെ നടക്കണം. സംഘടനയുടെ കീഴിൽ നടക്കുന്നത് അതും നടക്കണം. ഒന്നൊന്നിന് എതിരല്ല.
പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഒരാൾ നശിക്കലാണോ? ഒരു കൊല്ലത്തിൽ 10 ദിവസം പള്ളി കമ്മിറ്റി വാല് വെച്ചാൽ അത് 10 ദിവസം പോണം. ഒരു കൊല്ലത്തിൽ 10 ദിവസം വാല് കേട്ടാ പോരാ, 6 മാസം കഴിഞ്ഞപ്പോ SYS വാല് വെച്ചാൽ അതും പോയി കേൾക്കണം. എല്ലാവരും പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണെങ്കിൽ അത് കേൾക്കണം. ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് നമ്മൾ സൂക്ഷിക്കുകയും വേണം. പക്ഷേ ഞാൻ വളരെ വേദനയോടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാര്, കാരണവന്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, പാരമ്പര്യത്തിന്റെ കാവലാളുകളായി നിൽക്കുന്ന SYS, ചില ആളൊക്കെ വിചാരിക്കും ഇന്നലെ മഞ്ഞാനാറ്റ് ഉണ്ടായതല്ല നിൽക്കുന്ന SYS, ചില ആളൊക്കെ വിചാരിക്കും ഇന്നലെ മഞ്ഞാനാറ്റ് ഉണ്ടായതല്ല. ഈ SYS എന്ന് പറയുന്ന പതാകയ്ക്ക് കേരളത്തിൽ 65 കൊല്ലത്തെ പഴക്കമുണ്ട് മോനെ. SSF എന്ന് പറയുന്ന കൊടിക്ക് 45 കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അത് നാട് ഫസാദാക്കാൻ ഇന്നലെ ഉണ്ടായതാണ് എന്നല്ല. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് വെടിപിഴച്ചു പോകാതിരിക്കാൻ അവർക്കൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് SYS. നാട്ടിലുള്ള വിദ്യാർത്ഥികൾ വെടിപിഴച്ചു പോകാതിരിക്കാൻ അവർക്കൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് SSF. നമ്മുടെ ഈ ചെറിയ കൊച്ചു മക്കളില്ലേ, അവര് ലലാലിയത്തിലേക്ക് പോകാൻ പാടില്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് SBS. നാട്ടിലുള്ള കാരണവന്മാര് എവിടെയും മൂലക്കായി പോകാൻ പാടില്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഇതിന്റെയൊക്കെ ലക്ഷ്യം ഒന്നാണ്, അള്ളാഹുവിന്റെ ദീൻ, പരമ്പരാഗതമായ സുന്നത്ത് ജമാഅത്ത്